ശബരിമലയിൽ പ്രതികള് നിയമത്തിന്റെ പഴുതിലൂടെ ജാമ്യത്തിലിറങ്ങുകയാണ്. അന്വേഷണം വേണ്ട രൂപത്തിൽ പുരോഗമിക്കുന്നില്ല എന്ന കോൺഗ്രസിന്റെ ആക്ഷേപം നിലനിൽക്കുകയാണ്. പ്രതികളുടെ ജാമ്യാപേക്ഷ അതിന്റെ മെറിറ്റിൽ കോടതി പല പ്രാവശ്യം തള്ളിക്കളഞ്ഞു. എന്നാൽ ഇപ്പോൾ ജാമ്യം കിട്ടുന്നത് സാങ്കേതികമായ കാരണങ്ങൾ കൊണ്ടാണ്. കുറ്റപത്രം 90 ദിവസത്തിനകം സമർപ്പിച്ചിട്ടില്ല എന്ന ഒറ്റ കാരണത്താലാണ് പ്രതികൾ ജാമ്യത്തിലിറങ്ങി പുറത്തു വരുന്നത്. ഇതിൽ CPM നേതൃത്വത്തിന്റെ വളരെ ശക്തമായിട്ടുള്ള പങ്കാളിത്തത്തോടെയാണ്. ശരി, മുഹമ്മദ് അസ്ലം കൂടുതൽ വിവരങ്ങളുമായി. അസ്ലം, KPC പ്രസിഡന്റ് എന്താണ് പറയുന്നത്? പാർട്ടി മുന്നണി നിലപാട്? അതായത് ഒരു താൽക്കാലിക കുറ്റപത്രമെങ്കിലും സമർപ്പിച്ചുകൊണ്ട് പ്രതികളുടെ ജാമ്യം റദ്ദാക്കുക, അല്ലെ ജാമ്യം ഒഴിവാക്കുക, ജാമ്യത്തിൽ ഇറങ്ങാതിരിക്കുക എന്നൊരു സാഹചര്യത്തിലേക്ക് അന്വേഷണ സംഘം പോകുന്നില്ല എന്നുള്ളതാണ് സണ്ണി ജോസഫ് ഉന്നയിക്കുന്ന കാര്യം. കാരണം സാധാരണഗതിയിൽ തന്നെ ജാമ്യം അനുവദിക്കാതിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തെളിവുകൾ നശിപ്പിക്കുക എന്ന് പറയുന്നത്, പ്രതികൾ പുറത്തിറങ്ങി തെളിവുകൾ നശിപ്പിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ മെറിറ്റിൽ എല്ലാ ജാമ്യാപേക്ഷയും തള്ളുന്ന ഒരു കോടതി വീണ്ടും നൽകേണ്ടി വരുന്നത് 90 ദിവസത്തിനകത്ത് കുറ്റപത്രം സമർപ്പിച്ചില്ല എന്നതുകൊണ്ടാണ്. കേസിന്റെ എല്ലാ സങ്കീർണതകളും പരിഗണിച്ചാൽ പോലും താൽക്കാലിക കുറ്റപത്രമെങ്കിലും സമർപ്പിച്ചുകൊണ്ട് പ്രതികളെ ജയിലിനകത്ത് തന്നെ നിർത്തി ബാക്കി അന്വേഷണം പൂർത്തീകരിക്കുന്ന നടപടിയിലേക്ക് പോകുന്നില്ല. ഇതിന് പിന്നിൽ ആഭ്യന്തര വകുപ്പിന്റെയും CPM-ന്റെയും ഇടപെടലുണ്ട് എന്നാണ് ആരോപിക്കുന്നത്. എന്നാലും അന്വേഷണത്തിന്റെ പുരോഗതിയിൽ കൃത്യമായ ആശങ്ക വിശ്വാസികളെ ജനങ്ങൾക്കുണ്ട്. ആ ജനങ്ങൾക്കൊപ്പമാണ് കോൺഗ്രസ് കൂടി പറഞ്ഞു വെക്കുകയാണ് സണ്ണി ജോസഫ് ചെയ്തിരിക്കുന്നത്. അതായത് സ്വർണ്ണക്കള്ളവുമായി ബന്ധപ്പെട്ട അന്വേഷണ ജാമ്യത്തിൽ ഓരോരുത്തരായി പ്രതികൾ പുറത്തിറങ്ങുന്നതിൽ അതിൽ സർക്കാരിന് കൃത്യമായ പങ്കാളിത്തമുണ്ട്. അന്വേഷണം വൈകിപ്പിക്കുന്നതിൽ പാർട്ടിക്കും പങ്കാളിത്തമുണ്ടെന്ന് പറയുകയാണ്. അന്വേഷണം വൈകിപ്പിക്കുന്നതിൽ സർക്കാരിനും പാർട്ടിക്കും പങ്കാളിത്തമുണ്ടെന്നുള്ള ആരോപണം ആവർത്തിക്കുകയാണ് KPC പ്രസിഡന്റ്.